സമ്പത്ത് കിട്ടിയവരെ, അല്ലാഹു പണം നൽകിയവരെ, നിങ്ങൾക്ക് പഠിപ്പിക്കുന്ന മൂന്നാമത്തെ പാഠം എന്തെന്നറിയുമോ? ആഖിറത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യ്. ആഖിറത്തിലെ വിജയത്തിന് വേണ്ടി, നാളെ പരലോകത്തിലെ വിജയത്തിന് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്യണേ സഹാബ. അതുകൊണ്ട് എൻ്റെ വയത് കേൾക്കുന്നവരോട് പറയുകയാണ്, മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, സ്വഹാബ, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ 3 കാര്യങ്ങൾ അവൻ്റെ കൂടെ പോവുകയാണ്. 3 കാര്യങ്ങൾ അവൻ്റെ കൂടെ പോവുകയാണ്. പള്ളിപ്പറമ്പിലെ ഖബറിന്റെ ചാരത്തെത്തിയാൽ ഒരെണ്ണം അവിടെ അവശേഷിക്കുകയാ, 2 മടങ്ങിപ്പോകും സ്വഹാബ. ഇരിക്കുന്ന പ്രസിഡന്റ് മരണപ്പെട്ടാൽ, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും മരണപ്പെട്ടു പോയാൽ, പഠിച്ചവര് നമ്മുടെ മയ്യത്ത് ഈ പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുവരുമ്പോ 3 കാര്യം നിങ്ങളുടെ കൂടെ വരും. എന്തൊക്കെയാണ് വരുന്നത്? നിന്റെ സമ്പത്ത് വരും, നിന്റെ മക്കൾ വരും, നീ ജീവിതത്തിൽ ചെയ്ത നന്മകൾ വരും. ഇത് 3ഉം പള്ളിയിൽ വന്നു. മയ്യത്ത് നമസ്കാരം കഴിഞ്ഞു, ഇവിടെ നിന്ന് പള്ളിപ്പറമ്പിലേക്ക് ഇറങ്ങുകയാണ്. പള്ളിപ്പറമ്പിലെ ഖബർസ്ഥാനിലേക്ക് വരികയാണ്. 6 അടി മണ്ണിനകത്തേക്ക് നിന്റെ മയ്യത്തിറക്കി വെക്കുകയാണ്. ഖബറിന്റെ അകത്തേക്ക് നിന്റെ മയ്യത്തിറക്കി വെച്ച്, പടച്ചവനെ, ഒരു പിടി മണ്ണ് വാരുന്നു. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്റാ. ഒരു പിടി മണ്ണ് വാരിയിട്ട് നിന്റെ കവളിന്റെ താഴെ വെക്കുകയാണ്. ആരാണ് വെക്കുന്നത്? പൊന്നുമക്കള്, നിന്റെ പൊന്നാര മക്കളാണ്. ആ ഒരു പിടി മണ്ണ് വാരി വെച്ചോ. ഇന്നുവരെ സമ്പാദിച്ചത് മുഴുവനും അവിടെ വരെ വന്നിട്ട് തീരുകയാണ്. അല്ലാഹുവേ, മയ്യത്തടക്കിയിട്ട് എല്ലാവരും അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമുൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞുകൊണ്ട് പള്ളിപ്പറമ്പിൽ നിന്ന് എല്ലാവരും മടങ്ങി പോകും. നിന്റെ മക്കള് പോകുമല്ലോ, സമ്പാദിച്ചു വെച്ച സമ്പാദ്യം തിരിച്ചു പോകുമല്ലോ. പക്ഷേ പള്ളിപ്പറമ്പിലെ ഖബറിന്റെ അകത്ത് നിന്റെ കൂടെ ആകെ വരുന്നത് എന്തെന്നറിയുമോ? നീ നിന്റെ ജീവിതത്തിൽ ചെയ്തു വെച്ച നന്മയാ. അതായേ കാണൂ, അതേ നിന്റെ പള്ളിപ്പറമ്പിലെ ഖബറിന്റെ അകത്ത് കാണൂ. സഹോദര, അതല്ലാതെ ഒന്നും നിന്റെ കൂടെ വരില്ല. എന്തിനാ സഹോദര ചരിത്രം പറയുന്നത്? ഈ പള്ളിയുടെ മുന്നിലൊരു ഖബർ കാണാ. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോ ഇറങ്ങി നോക്ക്. ഈ പള്ളിയുടെ തൊട്ട് മുന്നിൽ പടച്ചവനെ 2 മൈലാഞ്ചി ചെടികൾ ഇങ്ങനെ കൊഴുത്ത് കിടക്കുന്നുണ്ട്. കാണുമ്പോൾ അത്ഭുതം തോന്നുന്ന രീതിയിൽ, മനോഹരമായ രീതിയിൽ, ഈ പള്ളിപ്പറമ്പിലെ ഒരു ഖബറിലും കാണാൻ കഴിയാത്ത രീതിയിൽ പടച്ചവനെ പലരുടെയും ബാപ്പയുടെ ഖബർ എവിടെയാണെന്നറിയില്ല. കാട് പിടിച്ച് കിടക്കുകയാണ്, ഇടിഞ്ഞു കിടക്കുകയാണ്. എവിടെയാണെന്ന് പോലും അറിയാതെ പല ഖബറുകളും ഈ പള്ളിപ്പറമ്പിൽ കിടക്കുമ്പോ ഈ പള്ളിയുടെ ഇറങ്ങുന്ന ഭാഗത്തൊരു ഖബർ കാണാ. 2 മൈലാഞ്ചി ചെടികൾ പടച്ചവനെ മനോഹരമായി തടിച്ചു കൊഴുത്തിങ്ങനെ നിൽക്കുകയാണ്. ആരുടെ ഖബർ എന്നറിയുമോ? ഈ ജമാഅത്തിന്റെ മുൻ പ്രസിഡന്റ് ആയിരുന്ന മനുഷ്യന്റെ ഖബറാ. നിങ്ങൾ എന്തിനാ കൂടുതൽ പറയുന്നത്? ഈ പള്ളിയുടെ മുൻ പ്രസിഡന്റ് ആയിരുന്ന അത്താട ഖബറിന്റെ മുകളിലാണ് മനോഹരമായി 2 മൈലാഞ്ചി ചെടികള്. ഞാൻ ഇന്നിവിടെ നിന്ന് പറയുമ്പോ ആ മനുഷ്യൻ ആ ഖബറിൽ കിടന്ന് സന്തോഷിക്കുകയായിരിക്കും. 1 കോടി രൂപയല്ലേ അള്ളാന്റെ പള്ളിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞത്. അല്ലാഹുവേ, എന്തൊരു പ്രതിഫലമായിരിക്കും സഹോദരാ. 1 കോടി രൂപ പടച്ചറപ്പിന്റെ പള്ളിക്ക് കൊടുക്കാമെന്ന് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1,313,000 രൂപ അദ്ദേഹം ഇന്നത്തെ ഈ പള്ളിപ്പറമ്പിൽ ഈ ചാരത്ത് കിടക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മക്കള് സാധാരണ വാപ്പ പോയ കടം വീട്ടാത്ത മക്കളാ. വാപ്പയോ ഉമ്മയോ മരണപ്പെട്ട് കഴിഞ്ഞാൽ മാതാപിതാക്കളുടെ കടം പോലും വീട്ടാത്ത മക്കളുടെ കാലത്ത് അദ്ദേഹത്തിന്റെ മകൻ റാസി എത്ര പറഞ്ഞാലും എനിക്ക് വലിയ ബന്ധമൊന്നുമില്ല. ഞാനിവിടെ വരുന്നതിന് മുമ്പ് മരണപ്പെട്ട ആളാ പ്രസിഡന്റ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിക്കണം. ഞാൻ അദ്ദേഹത്തെ പുകഴ്ത്തില്ല. നന്മ ചെയ്യുന്നവനെ നന്മ ചെയ്തെന്ന് പറയാൻ ഒരു പേടിയും വേണ്ട. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മകൻ വാപ്പ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും 1 രൂപ കൂടുതൽ കൊടുക്കാൻ തയ്യാറായിട്ടേ ഉള്ളൂ. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. അള്ളാഹു റാസി എന്ന സഹോദരൻ അവൻ്റെ ജീവിത മാർഗത്തിൽ അള്ളാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. അള്ളാഹു അവൻ്റെ ഭാര്യ സന്താനങ്ങൾ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.
അങ്ങനെയുള്ള മക്കളെ റാസിക്കും അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നാം മനസ്സിലാക്കേണ്ടത് അങ്ങനത്തെ ഒരാൾ, ഞാനൊരു ഉദാഹരണം പറഞ്ഞു, ഇതുപോലെ താഴോട്ടിറങ്ങിപ്പോയാൽ ഒരുപാട് പേര് കിടപ്പുണ്ട്. ഇതുപോലെ ആ സൈഡ് ഈ സൈഡ് മുഴുവൻ ഇടിഞ്ഞു കിടക്കുകയാണെങ്കിൽ അങ്ങ് കാണണമെങ്കിൽ അങ്ങ് താഴെ ഇറങ്ങിപ്പോണം. അങ്ങനെ താഴെ ഇറങ്ങിപ്പോകുമ്പോൾ ഇരിക്കുന്ന പലരുടെയും അത്ത അവിടെ കിടക്കുന്നുണ്ട്, നമ്മുടെ മെമ്പറിൻ്റെ അത്ത ഉൾപ്പെടെ പലരും അവിടെ കിടക്കുന്നുണ്ട്. ഇവരൊക്കെ അവർ ജീവിതത്തിൽ ചെയ്ത നന്മകൾ മാത്രമേ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഇവിടെ ഇട്ടിട്ടാ പോയത്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അത്ത പോയപ്പോൾ എന്ത് കൊണ്ടുപോയെന്നെ? ഇത് കൊണ്ടുപോയി. അമ്മാനെ ഇവിടെ തന്നു, നിങ്ങളെ കുറേ മക്കളെ ഇവിടെ തന്നു, വീടും പറമ്പും സർവ്വതും ഇവിടെ തന്നിട്ട് അത്ത പോയപ്പോൾ കുറച്ച് നന്മ കൊണ്ടുപോയി. നിങ്ങൾക്കത് പറയാൻ പറ്റുമോ? നമുക്ക് എന്താ ഇസ്മായിലെണ്ണം പോയപ്പോൾ എന്ത് കൊണ്ടുപോയി? ബേക്ക് എല്ലാം ഇവിടെ തന്നിട്ട് പോയില്ലേ? അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പോകുമ്പോൾ നമ്മുടെ കൂടെ ആകെ കൊണ്ടുപോകാൻ 2-3 പേരും വരും. സമ്പത്തും വരും, മക്കളും വരും, നന്മയും വരും. എന്നിട്ട് അവിടെ നന്മ പറയും, ഞാനിവിടെ ഇറങ്ങാൻ, നിങ്ങൾ പൊക്കോ. ഈ നന്മ മാത്രമേ ഖബറിൽ കാണൂ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, കാറൂനിനോട് പറഞ്ഞപ്പോൾ കാറൂൻ പറഞ്ഞു, ഞാൻ കൊടുക്കൂല, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. അവൻ പ്രകടനം നടത്തി. ഇങ്ങനെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്ത്രം, സ്വർണത്തിൻ്റെ വസ്ത്രം, തലയിൽ കിരീടം വെച്ച് ഏറ്റവും മനോഹരമായ വാഹനത്തിൻ്റെ മുകളിൽ ആളുകളെ മുഴുവനും വിളിച്ചുകൂട്ടിയിട്ട് അവരിങ്ങനെ കോശയാത്ര നടത്തി. ഇന്ന് പലരും അങ്ങനെ നടത്തുന്നുണ്ട്. പക്ഷെ അവൻ്റെ പര്യവസാനം വളരെ മോശമായിരുന്നു. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറയുന്നു, അള്ളാഹു നിങ്ങൾക്ക് തരുന്ന സമ്പത്ത് ചെറുതോ വലുതോ ഒന്നും നോക്കണ്ട, ചെറുതും വലുതും നോക്കണ്ട. പലരും പടച്ചവനെ നമ്മുടെ പായിപ്പാട് പള്ളിയുടെ വാർപ്പിന് വേണ്ടി 500 രൂപ തന്നവരുണ്ടല്ലോ, 313 രൂപ തന്നവരുണ്ടല്ലോ. അത് നമ്മുടെ മുന്നിൽ ചെറുതായിരിക്കും, പക്ഷെ അള്ളാഹുടെ മുന്നിൽ അത് വലുത് തന്നെയാ. ആ 313 രൂപ കോടികളുള്ളവൻ കൊടുക്കാത്തപ്പോ എൻ്റെ പ്രിയപ്പെട്ടവരെ, പായിപ്പാട് പള്ളിക്ക് വേണ്ടി തന്നവർ അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഇന്നൊരു സഹോദരി വിളിച്ചിട്ട് 1000 രൂപയാണെന്ന് തോന്നുന്നു. നമ്മുടെ പള്ളിയിൽ എന്താ ജോലി എന്നറിയോ? വീട്ടുവേലയ്ക്ക് പോകുന്ന ഒരു സഹോദരി, വീട്ടുജോലിക്ക് പോകുന്നൊരു സഹോദരി 1000 രൂപ തന്നിട്ട് പറയുന്നു, ഉസ്താദ് ദുആ ചെയ്യണം, എനിക്ക് വേണ്ടി. സ്വന്തം വീടില്ലാത്തവർ, മക്കളില്ലാത്തവർ, പടച്ചവന് ലക്ഷങ്ങളുടെ കടമുള്ളവർ ഓരോ സ്ക്വയർ ഫീറ്റിൻ്റെ പൈസ പള്ളിക്ക് വേണ്ടി തരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, എന്തേ അവരെക്കാളും വലിയ സമ്പന്നന്മാരുള്ളിടത്ത് നിന്ന് അള്ളാഹു ഇവരെയൊക്കെ തിരഞ്ഞെടുത്തത്. നമ്മവിടെ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവർ, അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, ആഖിറത്തിന് വേണ്ടി നീ കരുതി വെക്ക്, ആഖിറത്തിന് വേണ്ടി നീ എന്തെങ്കിലും ചെയ്യ്. പള്ളിപ്പറമ്പിലെ നിന്റെ ഖബറിൻ്റെ അകത്ത് ഈ കൊടുത്തതേ കാണൂ, നിന്റെ മക്കൾ ദുആ ചെയ്യണമെന്നില്ല. ഞാൻ എപ്പോഴും ഓർമ്മപ്പെടുത്തും, അത് ഏറ്റവും വലിയ ഉദാഹരണം. ഇവിടെ നിറങ്ങി നോക്കിയാൽ മതി. അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. പറ, അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. മഴ പാറുമ്പോൾ JCB ഒന്ന് ഇറക്കണം കേട്ടോ. എൻ്റെ പൈസ ഞാൻ തരും, പക്ഷെ അതാര് തന്നില്ലെങ്കിലും എൻ്റെ പൈസ ഞാൻ തന്നോളാം. ആ കാണുന്ന കാടൊന്ന് ഇളക്ക്. നാസറെണ്ണം പറയുന്നിട്ട് വലിയ പാമ്പുണ്ടെന്ന്. അള്ളാഹു കാക്കുമാറാകട്ടെ. ഇത് പറഞ്ഞിട്ട് വലിയ പാമ്പ് ആ കാട്ടിനകത്ത്. ഞാൻ വിചാരിച്ചു ഉളുഹിയ്യത്തിൻ്റെ പോത്ത് വരുമ്പോൾ ഈ പുല്ലിറക്കുമെന്ന്. ഉളുഹിയ്യത്തിൻ്റെ പോത്ത് വരുന്ന സമയത്തെങ്കിൽ ഈ പുല്ല് മുഴുവൻ ഇറക്കുമെന്ന്. ബംഗാളി പറഞ്ഞു അതിനകത്ത് വലിയ പാമ്പുണ്ടെന്ന്. പാമ്പ് കണ്ടുവെന്ന്. ഖബറിനകത്ത് അതിനെക്കാരും വലുത് കിടക്കുക. അള്ളാഹു കാക്കുമാറാകട്ടെ. നിങ്ങൾ ചിന്തിക്കുക സഹോദര, നമ്മൾ ചിന്തിക്കണം. ഞാൻ ഈ അടുത്ത് എവിടെയോ ഞങ്ങൾ ഖബർസ്ഥാനിൽ പോയപ്പോൾ ഒരു പട്ടി ഖബറിനകത്ത് എഴുന്നേറ്റ് വരിക, പ്രസവിച്ചെടുക്കുക ഖബറിനകത്ത്. ആലോചിക്ക്, ഒരു പള്ളിപ്പറമ്പിൽ പെറ്റ് കിടക്കുക ഖബറിനകത്ത്. അല്ലാഹു ആലം, പടച്ചോൻ നമ്മളെ കാക്കുമാറാകട്ടെ. ഒരു വല്ലാത്ത ഒരു ഗതിയ. ജീവിച്ചിരിക്കുന്ന കാലത്ത് ആരുടെ മുന്നിലും മാതാപിതാക്കൾ യാചിച്ചിട്ടില്ല. പക്ഷെ പള്ളിപ്പറമ്പിൽ കിടന്ന് യാചിക്കുക. അള്ളാഹുവെ, മക്കൾക്കും വേണ്ട, കുടുംബക്കാർക്കും വേണ്ട, കൂട്ടുകാർക്കും വേണ്ട, നാട്ടുകാർക്കും വേണ്ട, ഈ ദുനിയാവിൽ ആരെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണേ എന്ന് ഖബറാളി യാചിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഈ ലോകത്ത് ആരെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം. അതുകൊണ്ടാ പള്ളിയിൽ അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു, നമ്മൾ പള്ളി ദുആ ചെയ്യുമ്പോൾ അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അതാ മുത്തുനബി പറഞ്ഞത്, അങ്ങനെ ദുആ ചെയ്യുന്നവന് ലോകത്തുള്ള സർവ്വ മനുഷ്യരുടെയും സർവ്വ മുസ്ലിമിൻ്റെയും എണ്ണമനുസരിച്ച് അല്ലാഹു പ്രതിഫലം കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഈ ലോകത്ത് 140 കോടി മുസ്ലിമീങ്ങളുണ്ടെങ്കിൽ, 150 കോടി മുസ്ലിമീങ്ങൾ ഈ ലോകത്തുണ്ടെങ്കിൽ, ഈ ഭൂമിയിലുണ്ടെങ്കിൽ, അമേരിക്കയിൽ കിടക്കുന്നവനാണെങ്കിലും ചൈനയിൽ കിടക്കുന്നവനാണെങ്കിലും ഈ കേരളത്തിൽ കിടക്കുന്നവനാണെങ്കിലും ഒരാൾ അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇങ്ങനെ ദുആ ചെയ്താൽ
ഈ 160 കോടി മനുഷ്യരുടെ നന്മ ഓരോ ആളുടെയും എണ്ണത്തിനനുസരിച്ച് ആ ദുആ ചെയ്തവൻ അള്ളാഹു കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതുകൊണ്ടാണ് വെള്ളിയാഴ്ച ദിവസം ദുആ ചെയ്യുന്ന, അള്ളാഹുവേ നീ ഖബർസ്ഥാനിൽ കിടക്കുന്നവർക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. എന്തിനാ? അപ്പം എല്ലാവർക്കും കിട്ടും ആകെ. അതുകൊണ്ടാണ് നമ്മുടെ പള്ളിയിൽ ജുമാ നിസ്കാരം കഴിഞ്ഞിട്ട് താമസിച്ചു പോയി. 1 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ആ ബോധം വന്നേ. 1 വർഷം കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു ബോധം വന്നേ. അതുകൊണ്ടാണ് വെള്ളിയാഴ്ച ദിവസം ജുമാ നമസ്കാരം കഴിഞ്ഞിട്ട് ഈ പള്ളിപ്പറമ്പിലെ ഖബറാളികൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നത്. കാരണം അവിടെ ഇറങ്ങിപ്പോകുന്ന ആളുടെ എണ്ണം വളരെ കുറവാണ്. 1 കൊല്ലം ഞാൻ എടുക്കാനുള്ള കാരണം പള്ളിപ്പറമ്പിലേക്ക് ഇറങ്ങിപ്പോകുന്നവരുടെ എണ്ണം കുറവാണ്. ആ കുറവായതുകൊണ്ടാണ്. എന്തുകൊണ്ടാണെന്നറിയില്ല. കാടായി കിടക്കുന്നതുകൊണ്ടാണോ അതോ ഇനി വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണോ എന്നറിയില്ല. കാലം അങ്ങനാണല്ലോ. മരിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ, കേൾക്കൂ. അങ്ങനെ കേൾക്കില്ല എന്ന് വിശ്വസിക്കുന്നവർ പള്ളിയിൽ നിസ്കരിച്ചിട്ട് ദുആ ചെയ്യുന്നില്ല, പിന്നെ പള്ളിക്കാട്ടി പോയി ദുആ ചെയ്യും. പള്ളിയിലെ നിസ്കാരം കഴിഞ്ഞ ഉടനെ ഓട്ടമത്സരം നടക്കുന്ന കാലത്ത് ഇനി ഖബറിന് കാട്ടി കിടക്കണ അത്താടത്ത് പോയി ഇന്ന് ദുആ ചെയ്യുന്ന കാലം. അല്ലാഹു അലം, അല്ലാഹു അലം. പലതും പറയണം, പോട്ട്. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. വയലിൻ്റെ സദസ്സിലാണെങ്കിൽ എന്തെങ്കിലും പറയാം, ജോലി ചെയ്യണം. പള്ളിയിലാകുമ്പോൾ പലതും പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് അവസ്ഥ. അല്ലാഹു അലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 3 സ്വലാത്ത്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഖബറിൻ്റെ അകത്താകെ വരുന്നത് നീ നിന്റെ ജീവിതത്തിൽ ചെയ്ത സൽക്കർമ്മങ്ങളാണ്. നീ പാവപ്പെട്ടവർക്ക് കൊടുത്തത്, യതീമീങ്ങൾക്ക് കൊടുത്തത്, മദ്രസകൾക്ക് വേണ്ടി കൊടുത്തത്, പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹത്തിന് വേണ്ടി കൊടുത്തത്, അല്ലാഹുവിൻ്റെ പള്ളി പണിയുന്നതിന് വേണ്ടി ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത പലർക്കും പായിപ്പാടെന്ന് പറയാൻ പോലും അറിയാത്ത പലരുമുണ്ട്. കർണാടകയിൽ നിന്ന്, മംഗലാപുരത്ത് നിന്ന്, കോയമ്പത്തൂരിൽ നിന്ന് പലരും വിളിച്ചിട്ട്, ഉസ്താദേ ഈ പായിപ്പാട് പള്ളിക്ക് വേണ്ടി ഞാനൊരു സദക്ക നൽകുകയാ. വെറുതെയാകില്ല പെങ്ങള്. പട്ടിണി കിടന്നിട്ട്, അല്ലാഹുവേ വാടക വീട്ടിൽ കിടന്നിട്ട്, പടച്ചവനെ ലക്ഷങ്ങളുടെ കടമുണ്ടായിട്ട് കൂലിപ്പണിയെടുത്തിട്ട് ജീവിക്കുന്നവരും ഈ പള്ളിക്ക് വേണ്ടി തന്നത് വെറുതെയാണെന്ന് നിങ്ങൾ ഒരിക്കലും കരുതരുത്. നിങ്ങൾ കൊടുത്തത് അല്ലാഹുവിൻ്റെ കയ്യിലാ. നിങ്ങൾ കൊടുത്തത് അല്ലാഹുവിൻ്റെ കയ്യിലാ. അല്ലാഹുവിനല്ലേ കൊടുത്തത്, അല്ലാഹുവിനല്ലേ കൊടുത്തത്. ആ കൊടുത്തത് നീ മറന്നാലും അല്ലാഹു മറക്കൂല. നീ കൊടുത്തത് അല്ലാഹു മറക്കൂല. ആ സാധനം നീ കൊടുത്തതിന്റെ പ്രതിഫലം അല്ലാഹു ഉറപ്പായിട്ടും നിനക്ക് കാണിച്ചു തരും. വഅബ്സിറൂ ബിൽ ജന്നാ. നീ മരിക്കുന്ന സമയത്തും നിനക്കതിന്റെ പ്രതിഫലം കാണിച്ചു തരികയാണ്. സദക്കയുടെ പ്രതിഫലം അതാണ് പെങ്ങള്. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, പള്ളിയുടെ വാർപ്പിന് വേണ്ടി ഒരു ചാക്ക് സിമെന്റിന്റെ പൈസയാണ് കൊടുക്കുന്നതെങ്കിലും അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലമാണ്. മഹാനായ യഹ്യ ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു പഠിച്ചവനെ തന്റെ കൂട്ടുകാരൻ മരണത്തോട് മല്ലടിക്കുകയാണ്. സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ മഹാനവറുകൾ യഹ്യ ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹുവിനെ കാണാൻ പോവുകയാ. അല്ലാഹുവേ, മരണത്തോട് മല്ലടിക്കുന്ന മഹാർ അവിടെന്ന് ചോദിച്ചു, എന്തിനാ കരയുന്നത്? എന്തിനാ കരയുന്നത്? മരണത്തെ പേടിച്ചിട്ടാണോ? മരണത്തെ പേടിച്ചിട്ടാണോ? അവിടെന്ന് പറഞ്ഞു, ഒരിക്കലുമില്ല. അവസാനം അവിടെന്ന് പറഞ്ഞ ഉപദേശം എന്തെന്നറിയുമോ? ഞാൻ മരിച്ചു കഴിഞ്ഞാൽ റബ്ബേ, എന്റെ വീടിനകത്തിരിക്കുന്ന അല്പം പാത്രങ്ങൾ കാണിച്ചു കൊടുക്കുകയാ. ഇതെടുത്ത് സദക്ക കൊടുക്കട്, ഇതെന്റെ കബറിലേക്കുള്ളതാണ്. ആ സമയത്ത് പോലും, മരിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് പോലും സദക്കയെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയത് വെറുതെയല്ല സഹോദരാ. അതിന്റെ പ്രതിഫലം എന്തെന്നറിയുമോ? ഇന്ന് നിനക്കതിന്റെ വിലയറിയില്ല. ഇന്നെത്ര പറഞ്ഞാലും തിരിയില്ല. ഉസ്താദ് പൈസ കിട്ടാൻ പറയുന്നതാണെന്ന് തോന്നും. പക്ഷേ മനസ്സിലാകുന്ന ഒരു സമയം അല്ലാഹു പറയുകയാ, വഅബ്ശിറൂ ബിൽ ജന്നാ. ഈ തൊണ്ട
തൊണ്ടക്കുഴിയിൽ നിന്ന് ഈ തൊണ്ടക്കുഴിയിൽ നിന്ന് കാലിന്റെ തള്ളവിരൽ മുതൽ മുട്ടുവരെ അരവരെ നെഞ്ചുവരെ കഴുത്തുവരെ അല്ലാഹുവിന്റെ മലക്കുകളെ റൂഹ് കൊണ്ട് വെച്ചിട്ട് അവസാനം ഇവരെല്ലാവരും നമ്മുടെ കയ്യും കാലും പിടിച്ചു വെക്കുമല്ലോ. ഇവരെല്ലാവരും നമ്മുടെ കൈകാലുകൾ അനക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ കൈകാലുകൾ ഇങ്ങനെ മുറുക്കെ പിടിക്കുകയാണ്. അതുകൊണ്ടാണ് മരിക്കുന്നവന് കൈയിട്ടടിക്കാത്തത്, കാലിട്ടടിക്കാത്തത്, നിലവിളിക്കാത്തത്. അടുത്ത് കിടക്കുന്ന ചാരത്ത് കിടക്കുന്ന ഭാര്യ പോലും അറിയാതെ മരിച്ചു പോകുന്നതിന്റെ കാരണം എന്തെന്നറിയുമോ? മലക്കുകൾ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അല്ലാഹുവേ, അല്ലാഹുവിന്റെ ഖുർആൻ, ലൗലാ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞല്ലോ, അവിടെ നിന്ന് നമുക്കല്ല ഇദാ ബലഗതി തറാകിയ വകീല മൻ റാക വമന്ന അന്നഹുൽ ഫിറാക വൽതഫതി സാഖു ബിസാഖ ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ ഫലാ സദ്ദക വലാ സല്ലാ വലാകിൻ കذب വതവല്ല. അല്ലാഹുവിന്റെ ഖുർആൻ അവിടെ നിന്ന് വ്യക്തമായി പറഞ്ഞു തരികയാണ്. ഈ പള്ളിക്ക് കൊടുത്തവര് അത് എത്ര ചെറുതാണെങ്കിലും നിനക്ക് കാണിച്ചു തരും. നിന്റെ തൊണ്ടക്കുടിയിലേക്ക് ലോകത്തിന്റെ റസൂലുള്ള പറയുകയാണ്, മുത്തുനബിയല്ലേ പഠിപ്പിച്ചത്, വിശുദ്ധ ഖുർആനല്ലേ പഠിച്ചത്, നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മലക്കുകൾ റൂഹ് പിടിച്ച് നിന്റെ തൊണ്ടക്കുടിയിലേക്ക് കൊണ്ടുവെക്കുമ്പോ അവസാനം നിന്റെ തൊണ്ടക്കുടിയിൽ നിന്ന് റൂഹ് വലിച്ചെടുക്കുമ്പോ അതാ വേദന സഹിക്കാൻ കഴിയാതെ പിടയുന്ന സമയത്ത് മലക്കുകൾ പറയുന്നു, നോക്കും മോനെ, വഅബ്സിറൂ ബിൽ ജന്നാ, ഇതാണടാ സ്വർഗം, ഇതാണടാ സ്വർഗം, അല്ലാഹു നിനക്ക് തരാമെന്ന് പറഞ്ഞ സ്വർഗം ഇതാ, നോക്കുമോനെ എന്ന് കണ്ണിന്റെ മുന്നിൽ കാണിച്ചു തരുമെന്ന് പറഞ്ഞത് അല്ലാഹുവിന്റെ ഖുർആനാ. അതുകൊണ്ട് ഖാറൂനിന്റെ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്ന ചരിത്രം എന്തെന്നറിയുമോ? ആ ചരിത്രം പഠിപ്പിച്ചു തരുന്ന ഗുണപാഠം എന്തെന്നറിയുമോ? സമ്പത്ത് അല്ലാഹു തരുന്നതാ, അല്ലാഹു ഇഷ്ടമുള്ളവർക്ക് കൊടുക്കുന്നതല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, പണം നീയാണുണ്ടാക്കിയതെന്ന് നീ പറയരുത്. സമ്പത്ത് അല്ലാഹുവിന്റെ കയ്യിലാണ്, നിന്നെ ജോലി ഏൽപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നിരിക്കുന്ന പണം കൊണ്ട് കൊട്ടാരം പണിയാനല്ല, സുഖാഡംബര ജീവിതം നയിക്കാനല്ല. അല്ലാഹുവേ, പരലോകത്തിന് വേണ്ടി എന്തെങ്കിലും കരുതി വെക്ക്. അല്ലാഹുവിന്റെ സ്വർഗം നേടാ, അല്ലാഹുവിന്റെ സ്വർഗം നേടാൻ എന്തെങ്കിലും ചെയ്തു വെക്കണേ എന്ന് ഖാറൂനിന്റെ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുമ്പോ